പ്രതീക്ഷയുടെ കാര്യമല്ല, ഞങ്ങൾക്ക് ഇതിലേക്ക് ഞങ്ങളോട് ചെയ്യുന്ന കൊള്ളയെ പറ്റിയേ പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. അതായത് ഇയാള് നമ്മുടെ ഈ തെണ്ടി വിജയൻ കേറുമ്പോ ഇതുപോലെ തന്നെ പറയണം കേട്ടോ നിങ്ങൾ ചാനലില്. അല്ലാതെ എന്റെ അമ്മയെ സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു മടുത്തു. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. സോ കട്ട് ചെയ്യരുത്. ഈ തെണ്ടി വിജയം കയറുമ്പോ 10 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ 10 രൂപ ടിക്കറ്റിന് 50 രൂപ ടിക്കറ്റിന് 10 രൂപ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മനസ്സിലായി? 10 വർഷത്തിന് ശേഷം ഇപ്പൊ കിട്ടുന്ന 6 രൂപയാ. മനസ്സിലായി? 10 വർഷം മുമ്പ് 6 രൂപ കൊടുത്ത് ഒരു ചായ കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു ചായ കിട്ടണമെങ്കിൽ മിനിമം 12 രൂപ കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ 4 രൂപ വെട്ടിക്കുറച്ചിരിക്കുക. അതുപോലെ ഈ പ്രൈസ് അടിച്ചാക്കിട്ടത് ഞങ്ങളുടെ DC ഈ പ്രൈസ് അടിച്ചാൽ ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ ഉണ്ട്. അത് 12% അതായത് 5000 രൂപ അടിച്ചാൽ 600 കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുന്ന എത്രയാണെന്നറിയാം? 450. ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇങ്ങനെ തന്നെ പറയണം നിങ്ങൾ. എന്റെ അമ്മയെ സ്വന്തം ഭാഷയാണ്ട് പിന്നെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു മടുത്തു. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. സോ ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങളെയും ജനങ്ങളെയും കൊള്ളയടിക്കാണ്, ഒരുപോലെ കൊള്ളയടിക്കാണ് ഇവര്. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? പൊതുജനങ്ങള് ഞങ്ങൾ വിൽപ്പനക്കാർ, ഈ വെയിലും കൊണ്ട് നടക്കുന്ന ഞങ്ങൾ വിൽപ്പനക്കാരും പൊതുജനങ്ങൾ ഒരുപോലെ കൊള്ളയടിക്കുക. അതിൽ 50ന്റെ പ്രൈസ് കുറച്ച് ഈ 40% GST കിട്ടുമ്പോൾ ഇവർക്ക് 20% കിട്ടത്തില്ലേ? ഇല്ലേ? അപ്പൊ അതിൽ നിന്നുള്ള അധികം കിട്ടുന്ന 6%, ഇപ്പൊ 14 പേർക്ക് കിട്ടുന്നുണ്ട്. ആ 6% ഇവർ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ കൊള്ളയടിക്കാതിരിക്കാം, ഞങ്ങളുടെ കമ്മീഷനിൽ കുറവ് വരുത്താതിരിക്കാം. ഇല്ലേ? അപ്പൊ തീവട്ടിക്കുള്ളിലാണ് ഇവർ കാണിക്കുക. അതുപോലെ തന്നെ ഇയാൾ രണ്ടാമത് കയറുമ്പോ ബെമ്പർ റിസൾട്ടില്ലേ, ബെമ്പറിൽ ഞങ്ങൾക്ക് DC 12% ആക്കിയിരുന്നത് 2 പ്രാവശ്യം കഴിഞ്ഞപ്പോ അത് 10% ആക്കി. മനസ്സിലായി? ഒരു 2-3 മെമ്പറിന് തന്നു. അത് കഴിഞ്ഞു വീണ്ടും അതായത് ഭരണം കിട്ടിയല്ലോ, പിന്നെ കൊള്ളയടിക്കാമല്ലോ. എന്നിട്ട് ഇതെല്ലാം അമേരിക്കയെ കൊണ്ട് നിക്ഷേപിക്കണ്ടേ? 6 മാസം കൂടുമ്പോ ക്യാൻസറിന് ചികിത്സിക്കാനെന്നും പറഞ്ഞോണ്ട് പോകണമല്ലോ. അപ്പം അത് 10% ആക്കി ഞങ്ങളുടെ വെട്ടിക്കുറച്ചു.